ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1827. ഇന്ന് ഡിസംബർ മാസം 31-ാം തീയതി. ഈ ആണ്ടിലെ അവസാനത്തെ ദിനമാണ് ഇന്ന്. നാളെ പുതുവർഷത്തിൻ്റെ ആരംഭവും. സത്യത്തിൽ നമുക്ക് ഈ ആണ്ടിൽ ഇങ്ങനെ ഇന്നെന്ന ദിവസം കിട്ടിയത് ഒരു ഭാഗ്യമാണ്. 4 വർഷം കൂടുമ്പോൾ വരുമ്പോൾ അധിക വർഷത്തിൻ്റെ അധിക ദിനമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആണ്ടിലെ 366-ാമത്തെ ദിവസമാണ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതലും സങ്കടമാണ്, ലജ്ജയും പശ്ചാത്താപവും ആത്മഭാരവും ഒക്കെയാണ്. കുറച്ചൊക്കെ ആത്മനിന്ദയും നല്ലതാണ്. നല്ലതിലേക്കുള്ളൊരു തുടക്കമാണത്. 366 പേജുള്ള മനോഹരമായൊരു ബുക്ക് കൈ കിട്ടിയെന്ന് കരുതുക. വരച്ചും കുറിച്ചുമൊക്കെ വെക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ താളുകളൊന്ന് മറയ്ക്കുമ്പം വല്ലാതെ കുത്തിക്കുറിച്ച് വല്ലാതെ മുഷിപ്പിച്ച് കളഞ്ഞു, മലിനമാക്കി കളഞ്ഞു. ഒരാണ്ടത്തെ ജീവിതത്തെ നോർത്തെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ തോന്നുന്നത്, കണ്ടെത്തുന്നത്? സത്യസന്ധമായിട്ട് നമ്മൾ നോക്കാനായിട്ട് ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ പോട്ടെ, നല്ലൊരു പുതുവർഷത്തിനു വേണ്ടി ആഹ്ലാദത്തോടും ആരവത്തോടും കൂടി ഒരുങ്ങാനും ഇറങ്ങിപ്പുറപ്പെടാനും നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നമ്മളിങ്ങനെ ദൈവത്തെയും മനുഷ്യരെയും പിന്നെ അവനവനെ തന്നെയും വഞ്ചിക്കുന്നതിൽ നിന്ന് എപ്പോഴാണ് സ്വയം ഒന്ന് പിന്മാറുക? ഒരാണ്ടിൻ്റെ ഒരു എക്സ്ട്രാ ദിവസത്തിൽ, അവസാന ദിവസത്തിലായിരിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മളൊന്ന് നന്നാകാനായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളോടല്ല, ഞാൻ എന്നോട് തന്നെയാണ്. സ്വന്തമായി എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. വസ്തുക്കളും വ്യക്തികളും വസ്തുക്കളും അതിങ്ങനെ മാറി മറയുന്നുണ്ട് ആവശ്യാനുസരണം. എല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു നാൾ കൂടി ഉണ്ട് സ്വന്തം ജീവിതത്തിലെന്ന് ഓർക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. അത്രയ്ക്കൊന്നും ആശയം അങ്ങോട്ട് വികസിച്ചിട്ടില്ല, മനസ്സിന് വലുപ്പവും കിട്ടിയിട്ടില്ല. ഓർക്കേണ്ടതാണ്, എല്ലാം ഇട്ടെറിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആളുകളെയും ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന വസ്തുക്കളെയും ഒക്കെ അവിടെ തന്നെ അവശേഷിപ്പിച്ചിട്ട് വെച്ചിട്ട് മടങ്ങിപ്പോകേണ്ടതാണ്. ആ ഒരു ബോധ്യത്തിൽ കുറെ കൂടി മുമ്പോട്ട് പോകാനായിട്ട് ദൈവം കരുണ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിശ്ചയമില്ല. കുറെ കൂടി മനുഷ്യനായി മാറാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഇങ്ങനെ മരണവും ജീവിതവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ജീവിതം മരണത്തോട് പറയുകയാണ്, ദാ ആ വൃദ്ധൻ്റെ മുറി പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ വേഗം കയറിക്കോളാനാണ് പറയുക മരണത്തോട്. വൃദ്ധന്മാരെല്ലാം കടന്നു പോകേണ്ടവരാണെന്നുള്ള ധാരണയിലാണ് താഴെയുള്ളവർക്ക് ജീവിച്ചു പോകുന്നത്. എന്തായാലും ഒരു കുസൃതി ചിരിയോടുകൂടി മരണം തിരിച്ചു പറഞ്ഞ ഡയലോഗ് സൂപ്പറായിരുന്നു ജീവിതത്തോട്. വൃദ്ധന്റെ മുറി മാത്രമല്ല ചാരിയിട്ടിരിക്കുന്നത്, ഒരു മുറികളും ആരും പൂട്ടാറില്ല, ചാരിയിട്ടേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഏതൊരു മുറിയിലേക്കും എനിക്ക് വാതിൽ തുറന്ന് കയറി ചെല്ലാവുന്ന. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഇനി കുഞ്ഞവസരങ്ങളെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക. അല്പത്തിൽ വിശ്വസ്തനായ ദാസന് അത്തരമൊരു വിളി കേൾക്കാനായിട്ട് ഒടുവിൽ എനിക്കും ഭാഗ്യമുണ്ടാവട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.